ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ്, 8 മണി ആയിട്ടുണ്ട്. ഞാൻ ഫ്രഷ് ആയി വരും വരെ വിശാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി തുടങ്ങി. ഇന്ന് ബുൾസൈ സാൻഡ്വിച്ച് ആണ്. പാവം കുറേ കഷ്ടപ്പെടുന്നുണ്ട്. എനിവേ ഞാൻ ഇടയിൽ കയറണില്ല, വിശാൽ ചെയ്തോളും. സൺഡേ ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ വിചാരിക്കും, ബട്ട് ഇന്നൊരു അർജൻറ്റ് വർക്ക് വന്നിട്ടുണ്ട്. ഞാൻ മോസ്റ്റ്ലി കൊലാബറേറ്റ് ചെയ്യുന്ന കമ്പനീസ് ഇന്ത്യൻസ് ആണ്. അവരാണെങ്കിൽ സൺഡേ അല്ല, രാവില്ല പകലില്ല വെച്ചിട്ടാണ് ജോലി ചെയ്യണേ. എന്താല്ലേ, എക്കണോമിക് സ്ട്രെസ് കാരണം തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ഹസൽ കൾച്ചർ ചെയ്യണത്. ബട്ട് വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ഹസൽ കൾച്ചർ? എസ്പെഷ്യലി നിങ്ങൾ ഫോറിൻ കൺട്രീസ് ലൈക്ക് സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ഓൺ വർക്ക് ലൈഫ് ബാലൻസ് ഇൻ ദി കോമെന്റ് സെക്ഷൻ. ഈ ഒരു സംഭവം ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീം ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ബട്ട് ദിസ് ഈസ് ഫ്രൂട്ട് ബ്ലെൻഡ്. സോ ഇതിൽ എഴുതിക്കുന്നതെന്ന് വെച്ചാൽ ടെൻഡർ കോക്കനട്ട് പൾപ്പ് ആൻഡ് ഷുഗർ മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഇസ് നത്തിങ് ലൈക്ക് ഐസ്ക്രീം. കണ്ടോ, ഇത് ഭയങ്കര ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. സോ ഐ എം നോട്ട് ഷുവർ വാട്ട് ടു മേക്ക് വിത്ത് ദിസ്. മേ ബി ഇതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് മേക്ക് യുവർ ഓൺ മിൽക്ക് ഷേക്ക്, സ്മൂതി, ഡെസേർട്ട് ആൻഡ് മോർ ഇൻ മിനിറ്റ്സ്. സോ ഐ തിങ്ക് ഇത് ഇങ്ങനെ ഫ്രൂട്ട് മിക്സസിൽ സ്മൂതീസിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടായിരിക്കും. ബട്ട് ദിസ് ഈസ് സോ ഹാർഡ്, ലൈക്ക് ഐ ഡോണ്ട് നോ. സോ അടുത്തത് നമ്മൾ വാങ്ങിച്ചത് വാഡിലാലിൻ്റെ ഫ്രോസൺ ചിക്കു ആണ്. സോ നമ്മൾ ഐ തിങ്ക് നമ്മൾ ചിക്കു ഷേക്ക് ഉണ്ടാക്കട്ടെ. ഹാഫ് ഇത് ഇतना बस हो गया. ഇത് ഞാൻ എൻ്റെ ഐക്കിയെന്ന് വാങ്ങിച്ച ഗ്ലാസ്സസ് ആണ്. സോ ഇത് ചെറിയ ഗ്ലാസ് ആണ്. ഇത് 200 ml ഗ്ലാസ് ആണ്. സോ പെർഫെക്റ്റ് ഫോർ 3 people ആൻഡ് തിക്ക് മിൽക്ക് ഷേക്സ് ഒക്കെ കഴിക്കാനൊക്കെ നല്ലതാണ്. ചിക്കു മിൽക്ക് ഷേക്ക് സക്സസ് ആയിരുന്നു. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് ചിക്കു. പക്ഷേ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ചിക്കൂസ് ഇവിടെ കിട്ടാറില്ല. സോ നിങ്ങൾക്ക് ചിക്കു മിൽക്ക് ഷേക്ക് ഒക്കെ കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വാഡിലാലിൻ്റെ ബ്രാൻഡാണ്. ലുലുവിൻ്റെ ഫ്രീസർ സെക്ഷനിൽ നിന്നിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ വൈറ്റ് ബോർഡ് ഇവിടെ കിച്ചണിൽ സെറ്റാക്കാണ്. ഇതിലെനിക്ക് ഡീറ്റെയിൽ ആയിട്ട് മീൽ പ്ലാൻ ചെയ്യാൻ പറ്റും. എനിക്ക് സൺഡേ ടു മൺഡേ എന്ന മീൽ പ്ലാൻ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ വീക്കെൻഡ്സിലാണ് ഷോപ്പിങ്ങിന് പോണത്. സോ അതിൽ നിന്നിട്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ ലിസ്റ്റാണ് ഞാൻ ഈ സൈഡിലേക്ക് എഴുതിയിട്ടുള്ളത്. അത് ഏത് ദിവസം കഴിക്കണം എന്നൊക്കെ ഞാൻ എഴുതാറില്ല, ബിക്കോസ് ഐ കൈൻഡ് ഓഫ് ഫീൽ ഇറ്റ് റെസ്ട്രിക്റ്റിംഗ് മൈ മൂഡ്. സോ എന്താണോ എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് കഴിക്കാനായിട്ടുള്ളൊരു ഫ്രീഡം എനിക്ക് ഇഷ്ടമാണ്. സോ ലൈക്ക് ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും ചീര പെട്ടെന്ന് കേടാവും. സോ അതുകൊണ്ട് അത് ഞാൻ ഒബ്വിയസ്ലി ആദ്യം ഉണ്ടാക്കും. പിന്നെ മഷ്റൂം, പിന്നെ നമ്മൾ കോളിഫ്ലവറിനൊക്കെ നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം നമുക്ക് അധികം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ലിസ്റ്റ് ആയിട്ടുള്ള മീൽ പ്ലാൻ വെക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് വീക്ക് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ തന്നെ ഫ്രിഡ്ജ് എപ്പോഴും ഓപ്പൺ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. എനർജി സേവ് ചെയ്യാം, ഫുഡ് വേസ്റ്റേജ് കുറയ്ക്കാം. അങ്ങനെ മോർണിംഗിലെ ഡിഷസ് ഒക്കെ ചെയ്തു. ഇനി നന്നായിട്ട് പോയിട്ട് കുളിച്ചിട്ട് എൻ്റെ ഫേവറേറ്റ് ആക്ടിവിറ്റി ചെയ്യാം. ദാറ്റ് ഈസ് ഞാൻ വീക്കെൻഡ്സിൽ ഡെഫിനറ്റ്ലി ചെയ്യുന്നൊരു കാര്യമാണ്, വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു കാര്യമാണ് ഇരുന്നിട്ട് വായിക്കുക എന്നത്. ഇനി പുസ്തകം എങ്ങനെയാണ് ഇത്രയ്ക്കും വായിക്കാൻ പറ്റുന്നത് എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ദ റീസൺ ഈസ് ദാറ്റ് ഞാൻ പുസ്തകം വായിക്കാനാണ് ജീവിക്കുന്നത്. ഓക്കെ, അതല്ല, പ്രാക്ടിക്കലായിട്ട് പറയാം. ഞാൻ വീക്കെൻഡിലാണ് ശരിക്കും പുസ്തകം ഇരുന്നിട്ട് വായിക്കുന്നത്. വീക്ക് ഡേയ്സിൽ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് ഞാൻ വായിക്കുന്നത്. സോ ഇപ്പം നമ്മൾ ജോലിയുടെ ഇടയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റൗവിൽ വെച്ചിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്, അപ്പം നമുക്കൊരു 15 മിനിറ്റ് കിട്ടുമല്ലോ. ഇങ്ങനത്തെ ഒരു ഗ്യാപ്സിലാണ് ഞാൻ ഇരുന്നിട്ട് വായിക്കുന്നത്. ഇന്നത്തെ ലഞ്ച് കായും പയറുമാണ്.
ഇത് ഞാൻ ബേസിക് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും കൂടിയിട്ട് ഞാൻ 1.5 വിസിൽ കൊടുക്കും. ആൻഡ് അതിനോടൊപ്പം തന്നെ ഞാൻ ഇവിടെ സൈഡിൽ ഇതിന് ടെമ്പറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ, ഇത്രയധികം കോക്കനട്ട് ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കൂടും ഈ പുഴുക്കിന്. അപ്പോൾ അതിൽ ആഡ് ചെയ്യണത് മസ്റ്റേർഡ് സീഡ്സ്, കറി ലീവ്സ് ആൻഡ് ഇങ്ങനെ ചെറുതായി ചോപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ അണിയൻസ് ആണ്. ഇത് ചിലർ ഗാർലിക് ഇടും, ചിലർ ഇടില്ല. ഞാൻ ഇന്ന് ഇട്ടിട്ടില്ല. ആൻഡ് നമുക്കിത് വേവിച്ചിട്ടുള്ള ഈ ഒരു കായും പയറും ചേർക്കാം. പയർ ശരിക്കും പറയുമ്പോൾ എല്ലാവരും പറയുന്നത് അത് ഉടഞ്ഞു പോകാൻ പാടില്ല എന്നതാണ്. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി എനിക്കിഷ്ടമാണ്. ഇവിടെ വിശാൽ ചെയ്യണത് നമ്മുടെ ചെമ്മീൻ പൊടിയിൽ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ സൺഡേ ലഞ്ച്. അടിപൊളിയായിരുന്നു. എന്താ കഴിക്കണേ? Nutella. Why do you want to eat sugar? Because I'm feeling spicy. ഇത് നോക്കൂ, 1 ടീസ്പൂൺ ന്യൂട്ടെല്ല എടുത്തിട്ട് കഴിക്കണേ നോക്കൂ. Yum. You're caught red-handed in the camera. Yum, yeah. I know Nutella is yum. Now, after switching on the camera, you will also eat. No, I'll not eat. വൈകിട്ട് പുറത്തു പോകാൻ നിൽക്കുമ്പോഴായിരുന്നു നമ്മുടെ ആമസോണിൻ്റെ ഡെലിവറി വന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. നിങ്ങൾ കുറേ പേര് സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ടു സ്വിച്ച് ടു കാസ്റ്റ് അയൺ. ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ദോശത്തവയാണ്. കാരണം ദോശയും ചപ്പാത്തിയാണല്ലോ കൂടുതലും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു 10.5 ഇഞ്ചിൻ്റെ ലോഡ്ജിൻ്റെ കാസ്റ്റ് അയണാണ് വാങ്ങിച്ചിട്ടുള്ളത്. ആൻഡ് ട്രസ്റ്റ് മീ, സോ ഫാർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ദോശയും ചപ്പാത്തിയും രണ്ടും ഇതിൽ ഒട്ടിയിട്ടില്ല. ഓൾറെഡി ഇത് സീസൺഡ് ആയിട്ട് വന്നത് കൊണ്ടായിരിക്കണം അത് ഒട്ടാഞ്ഞത്. ഞാൻ അധികം സീസൺ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഡയറക്റ്റ്ലി കുറച്ച് സോപ്പ് വെള്ളം ഇട്ടിട്ട് ഇത് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അമേസിങ് റിസൾട്ട്. ബട്ട് ഞാൻ ഇതിൽ മുട്ട ഫ്രൈ ചെയ്ത് നോക്കി. മുട്ട ഫ്രൈ നന്നായിട്ട് ഒട്ടി ഇതിലേക്ക്. സോ അതെനിക്ക് തോന്നുന്നു കുറേ സീസണൊക്കെ ആയി കഴിഞ്ഞിട്ടൊക്കെയാണ് മുട്ടയൊക്കെ ഒട്ടാണ്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ സോ ഫാർ അടിപൊളി എക്സ്പീരിയൻസ്. അടുത്തത് ഞാൻ വാങ്ങിച്ചത് എൻ്റെ കേർലി ഹെയറിന് വേണ്ടിയിട്ടൊരു ജെല്ലാണ്. ആൻറ്റ് ജാക്കീസ് എന്ന് പറഞ്ഞിട്ടാണ്. ഇത് നല്ലൊരു തിക്ക് ക്രീം ബേസ്ഡ് ആയിട്ടുള്ളൊരു ജെല്ലാണ്. സോ എൻ്റെ മുടി നന്നായിട്ട് സോഫ്റ്റൊക്കെ ആയി ഇത് യൂസ് ചെയ്തപ്പോൾ. പക്ഷേ ഇത് വേ ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു ബിക്കോസ് മൈ ഹെയർ ഈസ് ഓൾറെഡി വെരി തിൻ നൗ. സോ ഐ തിങ്ക് ഇത് തിക്ക് ഹെയർ ആയിട്ടുള്ള കേർലി ഹെയർസിനൊക്കെ വർക്ക് ചെയ്യും. സോ ഐ ഡിഡ് നോട്ട് ലൈക്ക് ദിസ് മച്ച്. ഞാൻ പിഗി ബാങ്കിലിടുന്ന ചില്ലറ പൈസ എല്ലാം മിക്കവാറും യൂസ് ആവണത് റോഡ് ട്രിപ്പിൽ പോകുമ്പോഴാണ്. അപ്പോൾ ആഡ്നോക്കിൽ കയറി ചായ അല്ലെങ്കിൽ കോൾഡ് കോഫി വാങ്ങിക്കാനാണ്. അപ്പോൾ എല്ലാ മാസവും അത്രയും നമ്മുടെ പിഗി ബാങ്കിൽ പൈസ നിറയാറുണ്ട്. ഇപ്പോഴത്തെ പ്രൈസ് അനുസരിച്ചിട്ട് 1 ദിറം ഈ ഒരു കോയിൻ്റെ വില എന്ന് പറയുന്നത് 21 റുപ്പീസാണ്. അങ്ങനെ റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ആഡ്നോക്കിൽ കയറി. ഇവരുടെ ഫ്രിഡ്ജ് സെക്ഷനിൽ സ്റ്റാർബക്സിന്റെ ഗ്ലാസ്സിലിട്ടിട്ടുള്ള കോഫി ഉണ്ടായിരിക്കും. പക്ഷേ ദിസ് ടൈം ഞാൻ ട്രൈ ചെയ്തത് ആഡ്നോക്കിലെ കോൾഡ് കോഫിയാണ്. നല്ല സ്ട്രോങ് കോഫി ബീൻസ് ആണ് ഇവരുടെ. അപ്പോൾ നമ്മൾ അലൈൻ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നോക്കിയേ, റോഡിൽ എത്ര വളവും തിരിവുമാണ്. പക്ഷെ എനിക്ക് തലകറക്കം ഒന്നും തോന്നിയില്ല. സീനറി അടിപൊളിയായിരുന്നു. 2 സൈഡിലും മൗണ്ടൻസ് ആണ്. നമ്മളിപ്പോൾ പോകുന്നത് ജബൽ ഹഫീത്തിലാണ്. നല്ല ദിവസമായിരുന്നു നമ്മൾ പോയത്. കാരണം നമുക്ക് കാണാൻ പറ്റും കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് 2 സൈഡിലും, ഒരു സൈഡിൽ മൂണിനെ കാണാൻ പറ്റും, മറ്റൊരു സൈഡിൽ സൺസെറ്റ് ആവുന്നത് കാണാൻ പറ്റും. എങ്ങനെയുണ്ടോ അലൈൻ? അബുദാബിയിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഫ്ലാസ്കിൽ ചായ ആയിട്ട് ഈ സൺസെറ്റ് കാണാൻ പോവാ. ഇറ്റ്സ് ടോട്ടലി വർത്ത് ഇറ്റ്. നമ്മളൊരു ലൈറ്റ് ഡിന്നറാണ് ചെയ്യണത്. ഫലാഫിൾ പ്ലേറ്റ് ആണ് ഓർഡർ ചെയ്തത്. ഇവിടെ ഫലാഫിൾ പ്ലേറ്റ് ഓർഡർ ചെയ്യുമ്പോൾ അവർ ഫ്രൈ ചെയ്തിട്ടുള്ള ബ്രിഞ്ചോൾ, കോളിഫ്ലവർ, ഫ്രഞ്ച് ഫ്രൈസ് ഇതൊക്കെ തരും. പിന്നെ അതിനോടൊപ്പം തന്നെ താഹിന എന്നെ ഒരു ടൈപ്പ് ഓഫ് റെഡ് സോസും കൂടി തരും. അതിൻ്റെ പേര് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കാം. ये अवामा लाया था. अवामा नहीं तो वो लाया था, वो राउंड वाला लाया था. इसका तो मतलब वो ना लक्विटा और वो ये कंफ्यूज हुआ था. यहाँ पे लुगेमत है क्या? देखना
नहीं छोड़ लोगे, मैं खाने जितना ये नहीं है। ये मस्त लग रहा है रे, खराबीश। क्या वाटरमेलन। इधर है ये क्या शरबत बड़ी असली में चॉकलेट लग रही है ഇത് ആക്ച്വലി വാട്ടർമെലന്റെ ഫ്ലേവർ അല്ല, ഇത് ബബിൾ ഗം പോലെയാ. तो खाना അങ്ങനെ ഒരു നല്ല വീക്കെൻഡ് കഴിഞ്ഞു. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ടേക്ക് കെയർ ആൻഡ് സീ യു സൂൺ.